അദ്ദേഹത്തിനെതിരെ നടന്ന ഗൂഢാലോചനയാണ് എന്ന് ഇന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഈ അന്വേഷണം അദ്ദേഹം പ്രതിയായി ഈ 8 വർഷം കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പോലീസിന് ഒരു അപേക്ഷ കൊടുക്കണം. കൊടുക്കണമായിരുന്നു. എനിക്കെതിരെയും ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ 8 വർഷം ഒന്നും മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായത്? എനിക്കെതിരെയായിരുന്നു ഗൂഢാലോചന എന്ന്. അത് ആര് കൊടുക്കുന്ന ധൈര്യമാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? അത് പറയുമ്പോ അതിലൊരു ഭീഷണിയുണ്ട്. ആ ഭീഷണി മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. ഞാൻ തന്നെയാണ് യഥാർത്ഥ പ്രതി. ഇന്നലെ നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്ന കേട്ടു, എന്താ കോടികൾ മുടക്കിയാണ് അയാൾ ഈ കേസ് നടത്തിയത്. എന്തിനാണ് കോടികൾ മുടക്കുന്നത്? ഈ ഈ ഈ കോടതി എല്ലാവരും കോടികൾ മുടക്കിയാണ് ഇവിടെ കേസ് നടത്തുന്നത്. ഈ കോടികൾ മുടക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അതെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഇയാളെ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തുന്നത്. പിന്നെ നമ്മൾ ഈ പ്രതികരിക്കുമ്പോ പലരും താഴെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ദിലീപേട്ടനെതിരെ മാത്രം നിങ്ങൾ പ്രതികരിക്കുന്നു? മറ്റുള്ളവരാരും ഒന്നും മിണ്ടുന്നില്ല. അവൾ ആ അപേക്ഷ അയച്ചാൽ, അവൾ ഈ അപേക്ഷ അയച്ചാൽ, അവൾ ആ ജഡ്ജിനെ മാറ്റണം എന്ന് പറയുമ്പോഴെല്ലാം അതിനെല്ലാം എതിർ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്താ പറയാ തടസ്സം സൃഷ്ടിച്ചിട്ട് പിന്നീട് പറയണ എന്താണ്? ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് അതിജീവിതയാണ്. ആരാണ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യം ഇദ്ദേഹം തന്നെയാണ് ഇത് നടത്തിയതെന്നും ഇദ്ദേഹത്തിന്റെ സ്വാധീനവും പണവും നന്നായിട്ട് തന്നെ ഈ കേസിന് വേണ്ടി അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ട്.